നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഈ സ്റ്റിച്ചിൻ്റെ വേരിയേഷൻ തന്നെയാണ് കാണിക്കുന്നത്. വേരിയേഷൻ അല്ല, ഈ സ്റ്റിച്ചിനെ എങ്ങനെ ഭംഗിയാക്കാം, നമ്മുടെ ഡ്രസ്സിൽ, നമ്മൾ ഗാർമെൻറ്റ്സിലൊക്കെ എങ്ങനെ നല്ല ഭംഗിയാക്കാം എന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഈ റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ താഴേന്ന് ആദ്യത്തെ ക്ലാസ് കാണാത്തവർ ആദ്യത്തെ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഈ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ താഴേന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. നൂലിൻ്റെ എൻഡ് ലോക്ക് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിൽ ഒരു ബീഡ്സ്, ഇത് കുറച്ച് അത്യാവശ്യം വലിയ ഹോൾസ് ഉള്ള ബീഡ്സാണ്. അത് ഇതിലൂടെ കയറ്റി നമ്മൾ ചെയ്ത പോലെ തന്നെ കുത്തിയിറക്കുക. അല്പം ഗ്യാപ്പിട്ട് ഈ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ, റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ്, ഈ ത്രെഡിലൂടെ നമ്മളൊരു മുത്ത് കോർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ ബീഡ്സ് ഫാൻസിയിലൊക്കെ കിട്ടും, കുറഞ്ഞ പൈസ ആവുള്ളൂ. നമ്മൾ ടൈറ്റ് ചെയ്യണം, ഓരോ ബീഡ്സും ടൈറ്റ് ചെയ്ത് പോകണം. ടൈറ്റ് ചെയ്യണമെന്ന് കൈ കൊണ്ട് തൊട്ട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കുട്ടികളെ ഫ്രോക്കിൽ, നമ്മുടെ ചുരിദാറിലൊക്കെ സ്ലീവിൻ്റെ എഡ്ജിൽ ചെയ്ത് മനോഹരമാക്കാൻ പറ്റുന്ന ഒരു എംബ്രോയ്ഡറി കൂടിയാണ് ഇത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം. നമുക്ക് പർദ്ദയിലൊക്കെ ചെയ്യാട്ടോ ഈ വർക്ക്. ഈ ഹോൾസ് കാണാത്ത രീതിയിൽ നമ്മൾ തള്ളി കൊടുക്കണം. ഈ ഗ്യാപ്പ് ഈക്വൽ ആവാൻ ശ്രദ്ധിക്കണം. അങ്ങനെ മുഴുവനായിട്ടും ചെയ്ത് തീർക്കാം. ലാസ്റ്റ് നൂല് കെട്ടിടാൻ മറക്കരുത്.